ചേട്ടാ ഇനി നമുക്കൊരു റെട്രോ റൗണ്ട് വരാൻ പോവാണ്. ചേച്ചി ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എല്ലാം സെറ്റാണ്. കുറച്ച് പഴയ കാലഘട്ടത്തിലൊക്കെ നമുക്കൊന്ന് സഞ്ചരിച്ചിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. നമ്മൾ പഴയ കാലഘട്ടം നമ്മൾ പഴയ ആൾക്കാരായി മാറും. ലേറ്റസ്റ്റ് ആണെങ്കിൽ ന്യൂ ജെൻ പിടിക്കാം. ഇടക്കാലം ആണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ. ഏത് വൈബിനും നമ്മൾ ഓക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരേ വൈബുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ശങ്കരനാണ് എത്തുന്നത്. അവൻ പക്ഷെ പണ്ട് ജനിച്ചാണോ ഒരു വൈബ് തന്നെയാ. അവൻ അവന്റെ വൈബിലാ. അതെ. So let's welcome Shankaran on stage. ഉറക്കത്തിൽ നിന്നിട്ടാണ് ഡോറാരും തുറക്കാനില്ലായിരുന്നു. അപ്പൊ ഒന്നും തുറന്നു വന്നു നീ? ശങ്കരുമായിട്ടാണ് തുറന്നേ. ശങ്കരു, നിന്നെ അവിടെ പൂട്ടിയിടാൻ തളയ്ക്കാനുള്ള ചില പരിപാടികളിലൂടെ പലരും നോക്കുന്നുണ്ട്. അതിലൊരാളാണ് നിന്റെ ഇടത്ത് സൈഡിൽ നിൽക്കുന്നത്. യെസ്, കാരണം പുള്ളിക്കാരുടെ പടം ഹിറ്റായെന്നുള്ളൊരു ഒരു അഹങ്കാരത്തില് അതുകൊണ്ട് ഞാൻ എന്നാ ഇത് കൊച്ചിനെ പൂട്ടിട്ടോ. മോനെ, നിന്നെ ഇവിടുന്ന് കൊളുത്തിട്ടു, നീ അറിഞ്ഞില്ലല്ലോ. നീ അവിടെ വലിക്കാൻ നോക്കി തുറന്നോ? ഇവിടെ കൊളുത്തുണ്ടോ? അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ അഹങ്കാരം. കമ്പ് കയറ്റി ആപ്പ് വെച്ചു. അതെ, നീ തുറക്കാൻ നോക്കിട്ട് തുറന്നോ? തുറന്നു. കഷ്ടപ്പെട്ടോ തുറക്കാൻ? സിമ്പിൾ ആയിരുന്നു. എടാ നീ ഗുഡ് ബോയ് ആണ്. ആളില്ലായിരുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. പെർമിഷൻ ആയിരുന്നു ബുദ്ധിമുട്ട്. ഇത് ഞാന് മോനെ കഴിഞ്ഞ വർഷം കണ്ടപ്പോഴും ഈ സ്വപ്നലോകത്ത് ബാലഭാസ്കരൻ അതെപ്പോഴും അങ്ങനെയാണ്. യാതൊരു ഇവിടെ ഈ മല്ലൂസിന്റെ ഒപ്പം നടന്നിട്ടും യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ ഈ ഡയലോഗിന് മാറ്റാൻ എന്തൊരു വഴി? അതങ്ങനെ ഇരിക്കട്ടെ. അവന്റെ സ്പെഷ്യാലിറ്റി ആണ്. പിന്നെ ഇവന്റെ അച്ഛനെ അറിയോ? ഇവന്റെ അച്ഛനെ അറിയോ? ഇപ്പൊ എല്ലാവർക്കും അറിയാം. ശരി. കാരണം ഇവര് ബോംബെയിൽ നിന്ന് കൊച്ചിക്ക് കാറിൽ വന്നപ്പം സത്യമംഗല കാട്ടി ചെന്നു. അപ്പൊ ഒരു ആന വഴിയെ കടക്കുന്നു, തുമ്പിക്കൈ. അച്ഛൻ കൂളായിട്ട് തുമ്പിക്കൈ എടുത്തു പൊക്കി കാറിന്റെ അടിയിലൂടെ പോയി. ന്യൂസിലൊക്കെ വരുന്നുണ്ടല്ലോ. ഇവനേക്കാളും ഫേമസ് ആയി ആ കഥയോടുകൂടി അച്ഛൻ. അല്ലേ? അച്ഛൻ എന്തെങ്കിലും കാണാൻ പറ്റുമോടാ? ഒരു ദർശനം പറ്റും. അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അമ്മൂമ്മ എന്താ പറയണ? കൊടുത്തേ മൈക്ക്. അച്ഛൻ കേറുന്നില്ല എന്ന് പറഞ്ഞു വെളിയിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ട് അച്ഛൻ. എന്നാ അച്ഛനെ ഒന്നും പാട്ട് കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ വേദിയിൽ അച്ഛൻ എത്തിക്കുന്നു. പാട്ട് കഴിയുമ്പോ ഏത് പാട്ടാണ്? ഏത് പാട്ടവന്? ഉത്തര സ്വയംവരം. മക്കളെ, വരി എന്താണ്? ഉത്തര സ്വയംവരം. കഥകളി കാണുവാൻ. കഥകളി വേഷങ്ങൾ എന്തൊക്കെയാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. എല്ലാം അറിയാവോ? കഥകളി കാണണം. എല്ലാവർക്കും കഥകളി കാണാൻ പറ്റത്തില്ല. ഗ്രീനും റെഡും. ആ കഥകളിൽ ഉപയോഗിക്കുന്ന ഇനി ഇഷ്ടം എന്തൊക്കെയാണ്? അത് പറ. ആരും പറയരുത് നിന്റെ അടുത്ത്. മീനൂട്ടി ഇപ്പൊ പറയും. ടോപ്പ് ബാൻഡ്, ഇടയ്ക്ക, ചെണ്ട, പിന്നെ വേറൊന്നുണ്ട്, കണ്ടിട്ടുണ്ട്. മദ്ദളം, തവിൽ. പേരറിയത്തില്ല ഒന്നിന്റെ. കണ്ടിട്ടുണ്ട് ഞാൻ. എന്തോ പറഞ്ഞേ മീനൂട്ടി? അതെന്നാ? ചേങ്ങില. പേരറിയത്തില്ല. ഇലത്താളം. പിന്നെ ഒരു സാധനമുണ്ട്, എടയ്ക്ക, പിന്നെ ശംഖ്. ഇതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. വെറുതെ ആനയുടെ തുമ്പിക്കൈ മാറ്റിട്ട് അടിയിൽ കൂടെ പോയാ പോരാ. അങ്ങനെ ഒരു കൈയിൽ വണ്ടിയുടെ സ്റ്റിയറിംഗ്, മറു കൈയിൽ ആനയുടെ തുമ്പിക്കൈ. ഇതിലേത് വേണമെന്ന സംശയത്തിൽ അപ്പോഴും കുടുംബത്തെ മറക്കാതെ അവർക്ക് വേണ്ടി ചേർത്ത് നിർത്തി. കാലുകൊണ്ട് ആനയുടെ കാലും തട്ടി മാറ്റി വിളി. വൺ ആൻഡ് ഓൺലി ശിവശങ്കരന്റെ അച്ഛൻ കൃഷ്ണകുമാർ. ശിവശങ്കരന്റെ അച്ഛൻ ഇതിനു മുമ്പ് ഈ വേദിയിൽ വന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഈ ഒരു ധീരതയ്ക്ക് ശേഷം അവിടെ ഒരു സല്യൂട്ട്. ശരിക്കും അന്ന് എന്താണ് ഉണ്ടായത്? ആനയുടെ കഥയോ? അതൊരു വല്ലാത്ത സംഭവമായിരുന്നു. കാരണം വെച്ചാല് ആന ഫ്രണ്ട് വന്ന് പെടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പിന്നെ വേറെ വഴിയില്ലായിരുന്നു. പുറകിലും ആന, ഫ്രണ്ടിലും ആന. അപ്പൊ പിന്നെ സാൻഡ്വിച്ച് വരുവായി. അപ്പൊ ആനയുടെ തുമ്പിക്കൈയുടെ അടി കൂടെ ഓടിച്ചോണ്ട് പോയി. സത്യമായിരുന്നു. ആ, ശരിക്കും സത്യമായിരുന്നു. തുമ്പിക്കൈയുടെ സൈഡിൽ കൂടെ ഓടിച്ചു പോയി. പക്ഷെ എനിക്ക് അന്നേരം പേടി തോന്നിയില്ല. കാരണം അമ്മ പുറകിരുന്ന് വിഷ്ണു സഹസ്രനാമൊക്കെ വായിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് എന്തോ ആ നിമിഷം എനിക്ക് പേടി തോന്നിയില്ല ആനയെ കണ്ടിട്ട്. ആന പുറയിലും മുമ്പിലും. വേറെ വഴിയില്ലായിരുന്നു. ആനേക്കാളും ധൈര്യം നമുക്കുണ്ടെന്ന് കാണിക്കണ്ടേ? ആന ചമ്മിപ്പോയി. അപ്പൊ അവന്റെ മുന്നിൽ അവന്റെ അച്ഛൻ സൂപ്പർ ഹീറോ, സൂപ്പർമാനായി. അപ്പൊ എന്തായാലും അച്ഛൻ ഈ വേദിയിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. വർക്ക് ചെയ്യാണോ? ഞാൻ ഒറക്കിളിൽ വർക്ക് ചെയ്യുക. അപ്പൊ ശങ്കരൻ കാരണം ഞാനും കൂടെ ഇവിടെ എത്തി. ശങ്കരൻ നന്നായിട്ട് പാടി. ഇപ്പൊ 100-ൽ 100 കിട്ടിയിട്ട് നിൽക്കുകയാണ്. ശങ്കരൻ ഞങ്ങളുടെ ചക്കരയാണ് കേട്ടോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ
ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.